കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. പുതുവർഷം എത്തുന്നതോടെ UK-യിലെ സ്റ്റുഡന്റ് വിസ ചട്ടങ്ങളിലും മാറ്റങ്ങൾ വരികയാണ്. 2025 ജനുവരി 2 മുതലാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പണം സ്വന്തം ചിലവിലേക്കായി അക്കൗണ്ടിൽ കരുതേണ്ടതായി വരും. അതായത് പുതുവർഷം മുതൽ UK-യിലെ പഠനം ചിലവേറിയതായിരിക്കുമെന്നർത്ഥം. ലണ്ടനിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പ്രതിമാസം £1450 വീതവും UK-യുടെ മറ്റേതെങ്കിലും ഭാഗത്താണെങ്കിൽ പ്രതിമാസം £1125 വീതവും ചിലവിനുള്ള തുക ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ വിസ ലഭിക്കൂ. നിലവിൽ ലണ്ടനിലേക്ക് വരുന്നവർക്ക് പ്രതിമാസം £1334 രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ £1023 കരുതേണ്ടത്. അതായത് പഠന സമയത്തെ ചിലവിനുള്ള തുക കൂടി ഇനി മുതൽ ട്യൂഷൻ ഫീസിന് പുറമെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടതായി വരുമെന്നർത്ഥം. ഉയരുന്ന ജീവിത ചിലവുകൾക്ക് പുറമെ സ്റ്റുഡന്റ് വിസ സൗകര്യം ദുരുപയോഗം ചെയ്ത് ബ്രിട്ടനിൽ കുടിയേറ്റത്തിനുള്ള ശ്രമങ്ങൾ തടയുക എന്നതുകൂടി ഈ പുതിയ നിയമ രൂപീകരണത്തിന് പിറകിലുണ്ട്. അതോടൊപ്പം തന്നെ ബ്രിട്ടനിൽ താമസിക്കുന്നതിന് വിദേശ വിദ്യാർത്ഥികൾ പൂർണ്ണമായും സജ്ജരാണെന്ന ഉറപ്പുകൂടി ഇതുവഴി ലഭിക്കും. ബ്രിട്ടീഷുകാരായ വിദ്യാർത്ഥികൾക്കുള്ള മെയിന്റനൻസ് ലോണുകളുമായി ഒത്തുപോകുന്നതാണ് ഈ പുതിയ നിബന്ധനകൾ. എന്നാൽ പുതിയ നിയമം പാവപ്പെട്ട വിദേശ വിദ്യാർത്ഥികൾക്ക് ബ്രിട്ടനിൽ വിദ്യാഭ്യാസം നിഷേധിക്കുമെന്നാണ് ചില വിമർശകർ പറയുന്നത്. 16 വയസ്സ് കഴിഞ്ഞ ആർക്കും UK-യിലേക്ക് സ്റ്റുഡന്റ് വിസയ്ക്കായി അപേക്ഷിക്കുവാൻ സാധിക്കും. എന്നാൽ ഇതിനായി ലൈസൻസ് ഉള്ള സ്പോൺസർ നൽകുന്ന കോഴ്സിൽ പ്രവേശനം ലഭിച്ചിരിക്കണം. മാത്രമല്ല ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും സംസാരിക്കുവാനും അറിയണം. കോഴ്സ് ആരംഭിക്കുന്നതിന് 6 മാസം മുൻപ് മുതൽ നിങ്ങൾക്ക് വിസയ്ക്കായി അപേക്ഷിക്കാം. UK-യിൽ നിന്ന് തന്നെയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 3 മാസം മുൻപ് മുതൽ അപേക്ഷിക്കാൻ കഴിയും. ഈ വിസ കോഴ്സിന്റെ കാലാവധി തീരുന്നതുവരെയായിരിക്കും സാധുവാകുക. £490 അപേക്ഷാ ഫീസായി നൽകേണ്ടത്. സമീപകാലങ്ങളിലായി കാനഡയിലും നിരവധി മാറ്റങ്ങൾ സർക്കാർ വരുത്തിയിരുന്നു. നിരവധി പുതിയ നിയമങ്ങളും നടപടിക്രമങ്ങളും കാനഡ സർക്കാർ കൊണ്ടുവന്നതോടെ കാനഡയ്ക്ക് പകരം UK-യിലേക്ക് പറക്കുവാനിരിക്കുന്ന നിരവധി പേരെ ഈ പുതിയ മാറ്റങ്ങൾ ബാധിച്ചേക്കാം. കാനഡയ്ക്ക് പുറമെ UK-യിലും പുതിയ മാറ്റങ്ങൾ വരുത്തിയതോടെ നിരവധി രാജ്യങ്ങളും ഇത് പിന്തുടർന്നേക്കാം. വിദേശ പഠനത്തിനായി പുറം രാജ്യങ്ങളിലേക്ക് പറക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ ഈ മാറ്റങ്ങൾ സാരമായി ബാധിക്കും. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.